മനക്കണക്ക് ഒരു പഠനോപാധി മാത്രമല്ല, ഒരു കളിയും കൂടിയാണ്. ഒരു കായികാഭ്യാസിയുടെ മെയ്വഴക്കത്തോടുകൂടി മനസ്സിനെ അതിവേഗം സംസാരിപ്പിക്കുവാനായി പരിശീലിപ്പിക്കുന്ന ഒരു കളി. തിരുവനന്തപുരം ജില്ലയിലെ ഗവൺമെന്റ് UP സ്കൂൾ ഐലത്തിലെ കുട്ടികൾക്ക് വേണ്ടി ഒരു മനക്കണക്ക് കളരി നടത്തുന്നുണ്ട്. ഇതിനെക്കുറിച്ച് കൂടുതലായി നമുക്ക് അവരോട് തന്നെ ചോദിക്കാം. സ്വാഗതം ചെയ്യാം ഗവൺമെന്റ് UP സ്കൂൾ ഐലത്തിനെ ഹരിത വിദ്യാലയത്തിന്റെ ഈ വേദിയിലേക്ക്. ഇനി ഗവൺമെന്റ് UP സ്കൂൾ ഐലത്തിന്റെ ആമുഖ ദൃശ്യങ്ങളിലേക്ക്. ഗവൺമെന്റ് UPS ഐലം ഒരുപാട് പരിമിതികൾക്കിടയിലും സ്വന്തം വ്യക്തിത്വം തെളിയിക്കുന്ന വിദ്യാലയം. ഒരു നൂറ്റാണ്ടിലേറെ പഴക്കമുള്ള ഈ ഗ്രാമീണ വിദ്യാലയം 1081 ചിങ്ങം 1 പാറേൻ വീട്ടിൽ കൃഷ്ണപിള്ള തുടക്കം കുറിച്ച ഒരു കുടിപ്പള്ളിക്കൂടമാണെന്ന് ലഭ്യമായ രേഖകൾ പരിശോധിച്ചാൽ ബോധ്യം വരും. 1916 കാലഘട്ടത്തിൽ അന്നത്തെ തിരുവിതാംകൂർ മഹാരാജാവ് ഇതിനെ ഒരു ഗ്രാൻഡ് സ്കൂളായി പ്രഖ്യാപിച്ചു. സ്വാതന്ത്ര്യലബ്ധിയോടെ സർക്കാർ ലോവർ പ്രൈമറി സ്കൂളായും തുടർന്ന് 1984 ഇതൊരു അപ്പർ പ്രൈമറി സ്കൂളായും അപ്ഗ്രേഡ് ചെയ്യുകയുണ്ടായി. സർ, നിങ്ങളുടെ സ്കൂൾ ഇന്നിവിടെ അവതരിപ്പിക്കുന്ന മാതൃകാ പ്രവർത്തനങ്ങൾ ഏതൊക്കെയാണ്? നമ്മൾ 3 മേഖലകൾ തിരഞ്ഞെടുത്തിരിക്കുന്നത്. ഒന്ന് സമൂഹ കൂട്ടായ്മയാണ്. ഇനി മറ്റൊന്ന് നമ്മൾ വിഭവ സമാഹരണവും വിനിയോഗവുമാണ്. അടുത്തതായി സ്കൂൾ പ്രതിനിധികളും ജൂറി അംഗങ്ങളുമായുള്ള ആശയവിനിമയമാണ്. മോളെ, എന്തോ സ്കൂൾ ഇഷ്ടമാണോ? എനിക്ക് വളരെ ഇഷ്ടമാണ്. വളരെ ഇഷ്ടമാണ്. മോനോ? വളരെ ഇഷ്ടമാണ്. ഈ സ്കൂൾ ആരുടേതാണ്? ഈ സ്കൂൾ ആരുടേതാണ്? സർക്കാരിൻ്റേതോ ഹെഡ് മാസ്റ്ററുടേതോ ആരുടേത്? നിങ്ങളുടേതോ? ആരുടേതാണ് ഈ സ്കൂള്? സർ, ഇത് സർക്കാർ സ്കൂളാണ്. സർക്കാർ സ്കൂളാണ്. അതിൽ ആരൊക്കെയാ പഠിക്കുന്നത്? കുട്ടികൾ. അപ്പോൾ ഈ കുട്ടികൾ മോനുണ്ടല്ലോ ഈ സ്കൂളിനെ ഇഷ്ടമാണെങ്കിൽ ഈ സ്കൂൾ ആരുടേതെന്ന് ചോദിച്ചാൽ സർക്കാരിൻ്റേതാണോ എന്ന് ഞാൻ അങ്ങോട്ട് ചോദിച്ചാൽ പോലും പറയേണ്ടത് ഈ സ്കൂൾ ഞങ്ങളുടെ. പിന്നെന്ത്? ഇതാണ് ഉറക്കെ പറയേണ്ടത്. ഞാൻ ഒരിക്കൽ കൂടെ ചോദിക്കുക, മോനെ ഈ സ്കൂൾ ആരുടേതാണ്? ഞങ്ങളുടേത്. ഞങ്ങളുടേത്. ഇത് ഉറക്കെ പറയണം. ആ സ്ഥാപനത്തെ ഇഷ്ടപ്പെടുന്നതുകൊണ്ടാണ് ഉള്ളിൽ നിന്നും അത് പറയാൻ സാധിക്കുന്നത്. അതുകൊണ്ട് 1-2 ചെറിയ കാര്യങ്ങൾ നിങ്ങളോട് ചോദിച്ചറിയാനും കൂടിയുണ്ട്. കാരണം ഇവിടെ ഒരുപാട് പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. ഈ ഒരുപാട് പ്രവർത്തനങ്ങളിൽ പ്രാധാന്യം അറിയിക്കുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിൽ നടത്തിയ തുടർ പ്രവർത്തനങ്ങൾ നേരത്തെയൊക്കെ കൊടുത്തതിൻ്റെ ഭാഗമാണ്. അതിലേക്കൊന്നും ഞാൻ കടക്കാവുന്നില്ല. ഗണിത കിറ്റുകളും ഗണിത ലാബും യാഥാർത്ഥ്യമാക്കി അല്ലേ? അതെ. എന്താണ് ആ ഗണിത കിറ്റും ആ ഗണിത ലാബും? കണക്ക് പഠിപ്പിക്കുന്ന അധ്യാപകർ SSIയുടെ പഠന പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് കുട്ടികൾക്ക് സ്വയം ഗണിതത്തിലേക്ക് കൂടുതൽ ഇഷ്ടം തോന്നുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് നൽകുന്നത്. ഒരു പ്രവർത്തനം എന്താ ചെയ്തത്? 5, 6, 7 ക്ലാസ്സിലെ കുട്ടികൾക്ക് ഗണിതത്തിൽ കൂടുതൽ താല്പര്യം ജനിപ്പിക്കാൻ നടത്തിയ ഒരു പ്രവർത്തനം വ്യത്യസ്തമായത്. മനക്കണക്ക് കളരിയുണ്ട് ഞങ്ങളുടെ സ്കൂളിൽ. അത് ഇതിൽ കൊടുത്തിട്ടുണ്ട്. അത് കേൾക്കാൻ വേണ്ടിയിട്ടാണ്. ആ മനക്കളരി വളരെ അപൂർവമായിട്ട് നടക്കുന്ന ഒന്നാണ്. അതെങ്ങനെ നടത്തിയത്? അത് ഞങ്ങളുടെ സ്കൂളിൽ ഉച്ചയ്ക്ക് അസംബ്ലി സമയങ്ങളിലാണ്. ഉച്ചയ്ക്ക് ഇൻ്റർവൽ സമയത്താണ് ആഹാരം കഴിച്ചതിന് ശേഷം ഞങ്ങൾ ആഡിറ്റോറിയത്തിലിട്ട് കുട്ടികൾ വരികയാണ്. അത് പറയാതെ തന്നെ അവരുടെ ഒരു പുസ്തകം എടുത്തുകൊണ്ടെങ്കിൽ വരും. പുസ്തകത്തിൽ അവിടെ പ്രത്യേക ഡേറ്റിൽ മനക്കളരി ഉണ്ടെന്ന് ഞങ്ങൾ നോട്ടീസ് ബോർഡിൽ ഇട്ടായിരിക്കും. ടീച്ചർ പഠിച്ച രീതിയിലല്ലല്ലോ ഇപ്പൊ പഠിപ്പിക്കുന്നത്. അല്ല. അപ്പോൾ ആ വ്യത്യാസം എങ്ങനെയാണ്? വ്യത്യാസം ഇപ്പോൾ കവിതകളൊക്കെ ആണെങ്കിൽ കുട്ടികൾ കാണാതെ പഠിക്കുന്ന, പ്രത്യേകമായിട്ട് അതിനുവേണ്ടി തയ്യാറെടുക്കേണ്ടി വരുന്നില്ല. പിന്നെ അതുപോലെ കുട്ടികളുടെ പ്രതികരണ ശേഷി ഒരുപാട് വർദ്ധിച്ചിട്ടുണ്ട്. എഴുതുന്നതിനുള്ള ശേഷി അത് വ്യത്യസ്ത മേഖലകൾ തിരഞ്ഞെടുത്ത് ഉപന്യാസമായാലും അനുഭവക്കുറിപ്പായാലും ആസ്വാദനക്കുറിപ്പായാലും ഓരോ പാഠങ്ങൾ പിന്നിടുമ്പോഴും കുട്ടികളുടെ ശേഷി വർദ്ധിച്ചു വരുന്നതായിട്ട് അനുഭവപ്പെട്ടിട്ടുണ്ട്. ഞങ്ങൾ പഠിക്കുന്ന കാലത്ത് അങ്ങനെ ഒരു പ്രത്യേക ശേഷിയൊന്നുമില്ല. ചോദ്യവും ഉത്തരവും തന്നാൽ അത് ബൈഹാർട്ടാക്കി പരീക്ഷ എഴുതുന്ന രീതിയായിരുന്നു. പക്ഷേ ഇപ്പോൾ ഞങ്ങൾക്ക് ക്ലാസ്സിൽ ഞങ്ങളും ഇന്ന് കുട്ടികൾ പഠിക്കുന്ന രീതിയിൽ നമുക്കും കൂടി ഒരു പഠന രീതി ഉണ്ടായിരുന്നെങ്കിലും എന്ന് ചിലപ്പോഴെങ്കിലും തോന്നിയിട്ടുമുണ്ട്. ഈ നമ്മളിപ്പം ഒരു പഴയ ഒരു ആശാന്റെ കവിത എല്ലാം പറയുക, അല്ലെങ്കിൽ പിന്നെ വള്ളത്തോളിൻ്റെ ഇതൊക്കെ ചെല്ലാൻ പറഞ്ഞാൽ നമുക്ക് ചെല്ലാൻ കഴിയും. കാരണം നമ്മളത് ബൈഹാർട്ട് പഠിച്ചാണ്. പക്ഷെ ഇപ്പോഴത്തെ കുട്ടികളോട് ഇങ്ങനെ എന്തെങ്കിലും ആവശ്യപ്പെട്ടാൽ അത് ചെയ്യാൻ പറ്റുന്നില്ല. ഇല്ല, ശരിയല്ലേ? അത് അല്ല സാർ, പാഠഭാഗങ്ങളിൽ നിന്ന്
പ്രശസ്തരായ പ്രശസ്തരുടെ കവിതകളൊക്കെ കുട്ടികൾ പഠിക്കുമ്പോൾ പഠിച്ച് തീരുമ്പോൾ തന്നെ ഇപ്പോൾ വ്യക്തിഗതമായിട്ടും ഗ്രൂപ്പിലും ഒക്കെ ചർച്ച ചെയ്തുള്ള പഠനം ഉള്ളത് കൊണ്ട് ബൈഹാർട്ടാവും. അതുപോലെ നമ്മുടെ സ്കൂളിലെ സാഹിത്യ സംബന്ധമായ മത്സരങ്ങളുണ്ട്, കവിതാ ആലാപനവും മറ്റുമൊക്കെ. ഓരോ വിശേഷ ദിനങ്ങൾ വരുമ്പോൾ കുട്ടികൾ അതാത് ദിവസത്തേക്ക് വേണ്ടി തയ്യാറെടുക്കുന്നത് കൊണ്ട് ഏറെക്കുറെ കുട്ടികൾക്കും നന്നായിട്ട് കവികളെയും ഈ കൃതികളെയും കുറിച്ചൊക്കെ തിട്ടമാണ്. നമ്മൾ നടത്തുന്ന മത്സരത്തിന് വേണ്ടി തയ്യാറെടുക്കുമ്പോൾ ഒരുപാട് കുട്ടികൾ നന്നായി തയ്യാറെടുത്ത് വരുന്നുണ്ട്, അവതരിപ്പിക്കാറുമുണ്ട് കുട്ടികൾ. എനിക്ക് കുട്ടികളോടാണ് ഞാൻ ചില കഥാപാത്രങ്ങളുടെ പേര് പറയും, അത് ഏത് കൃതിയിലുള്ളതാണ് എന്ന് പറയണം. നിങ്ങൾ ചിലപ്പം പുസ്തകം വായിച്ചിട്ടില്ലെങ്കിൽ പോലും ക്ലാസ്സിൽ നിന്ന് മാഷുമാർ പറഞ്ഞു തന്നിട്ടും അല്ലെ അതിൻ്റെ കഥാസംഗ്രഹം അറിഞ്ഞിട്ടും ഒക്കെ അറിഞ്ഞിരിക്കേണ്ട ചില കഥാപാത്രങ്ങളാണിവർ. ഒന്ന് പളനി, ആർക്കും പറയാം. അറിയാവുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ കൈവെക്കണം കേട്ടോ, ടീച്ചർ വേണ്ട. 2 പപ്പു, 3 ഇന്ദുലേഖ. ഏത് കൃതിയിലാണ്? ചന്തുമേനോൻ. ഈ കർത്താവിൻ്റെ പേരല്ല ഞാൻ പറഞ്ഞത്, ആ പുസ്തകത്തിനൊരു പേരുണ്ടാവൂലേ, അതാണ് പറയേണ്ടത്. ഇന്ദുലേഖ എന്ന പ്രശസ്തയായ അല്ലെങ്കിൽ പ്രശസ്തമായ എന്താണ് പറയാ, ഇന്ദുലേഖ എന്ന കഥാപാത്രം ഏത് പുസ്തകത്തിലാണ് വരുന്നതെന്നാണ് ചോദിക്കുന്നത്. ആ പുസ്തകത്തിൻ്റെ പേര്? ശരി, ഞാൻ വേറൊരു കാര്യം ചോദിക്കാം. നമ്മൾക്കറിയാം ചന്തുമേനോന്റെ കൃതിയുടെ പേരെന്താ? ഇന്ദുലേഖ. അതാണ് ചോദിച്ചത്. അങ്ങനത്തെ അത് തന്നെയാണ് ആദ്യമൊക്കെ ചോദിച്ചത്. ഈ മാഷ് ഭയങ്കര സ്ട്രിക്റ്റ് ആണോ? മാഷിനെ പേടിച്ചാണോ നിങ്ങളൊക്കെ ഇങ്ങനെ ഊർജ്ജം നഷ്ടപ്പെട്ടിരിക്കുന്നത്? അല്ല, അപ്പം എനർജറ്റിക് ആയിട്ടിരിക്കൂ. അങ്ങനെ അതെ, നിങ്ങൾക്ക് ഭയങ്കര ശുചിത്വമാണോ സ്കൂളിൽ? അതെ. എന്തൊക്കെയാണ് ചെയ്യുന്നത്? നിങ്ങളുടെ സ്കൂളിലെ ശുചിത്വം എന്ന് പറയുന്ന ഒന്ന് എനിക്കൊന്ന് പറഞ്ഞു തരൂ. ഞങ്ങളുടെ സ്കൂളിൽ ഹെൽത്ത് ക്ലബ് ഉണ്ട്. അല്ലാതെ തന്നെ ഹെൽത്ത് ക്ലബിൻ്റെ ഭാഗമായിട്ട് നടക്കുന്ന ശുചിത്വ സേനയുണ്ട്. ഹെൽത്ത് ക്ലബ്ബ് ഉച്ചയ്ക്ക് 10 ഗ്രൂപ്പുകളായിട്ട് തിരിഞ്ഞ് സ്കൂളിൻ്റെ എല്ലാ ദിവസവും ഉച്ചയ്ക്ക് എല്ലാ ദിവസവും ശരി സ്കൂളിൻ്റെ എല്ലാ ഭാഗവും 5 മിനിറ്റ് കൊണ്ട് തന്നെ വൃത്തിയാക്കി തീരുന്നു. അതേപോലെ തന്നെ സ്കൂളിലെ ടോയ്ലറ്റും ഹെൽത്ത് ക്ലബ്ബുകാരും പിന്നെ കുട്ടികളും കൂടെ ചേർന്ന് വൃത്തിയാക്കുന്നു. വൃത്തിയാക്കാൻ വേറെ ആരും ഇല്ലേ ഇവിടെ? കുട്ടികൾ തന്നെയാണോ? കുട്ടികൾ തന്നെയാണ്. ഈ കുഞ്ഞു കുട്ടികൾ ഈ ബലമില്ലാത്ത കൈകൾ കൊണ്ട് വൃത്തിയാക്കിയാൽ അവിടെ വൃത്തിയാകുമോ? രാവിലെ അത് വൃത്തിയാക്കാൻ ചുമതലയുള്ള ഒരു അമ്മ വന്ന് വൃത്തിയാക്കും. പിന്നെ ഉച്ചയ്ക്ക് ഞങ്ങൾ വൃത്തിയാക്കും. ശരി. എന്നിട്ട് ഈ ഭക്ഷണം കഴിക്കാനൊക്കെ എവിടെയാണ് സൗകര്യം? ഭക്ഷണം കഴിക്കാൻ ഞങ്ങളുടെ ക്ലാസ്സിൽ തന്നെയാണ് സൗകര്യം. അത് കഴിഞ്ഞ് വൃത്തിയാക്കി ഇടും. അപ്പോഴും ഉച്ചയ്ക്ക് ക്ലാസ്സും വൃത്തിയാക്കുമോ? വൃത്തിയാക്കും. അത് കുട്ടികൾ തന്നെയാണോ വൃത്തിയാക്കുന്നത്? അത് ക്ലാസ്സിലെ കുട്ടികൾ തന്നെയാണ്. കുട്ടികൾ തന്നെ വൃത്തിയാക്കും. എന്നിട്ട് ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് കൈ കഴുകാൻ വെള്ളമൊക്കെ ഉണ്ടോ? വെള്ളമുണ്ട്. ഉണ്ട്. എവിടെയാണ് വെള്ളം? വെള്ളം പൈപ്പിൽ നിന്ന്. പൈപ്പ് എവിടെയാണ്? പൈപ്പ് സ്കൂളിലുണ്ട്. സ്കൂൾ എവിടെയാണ്? സ്കൂള് അയലത്ത്. ശരി. അപ്പോൾ അയലത്ത് വന്ന് സ്കൂള് കണ്ടുപിടിച്ച് ഞാൻ പൈപ്പ് കണ്ടുപിടിക്കണം അല്ലേ? സ്കൂൾ കണ്ടുപിടിച്ചാൽ ഞാൻ എങ്ങനെ പൈപ്പ് കണ്ടുപിടിക്കും? എവിടെയായിട്ടാണ്? ഊണുമുറിയുടെ അടുത്താണോ കഞ്ഞിപ്പുരയുടെ അടുത്താണോ? ഓഡിറ്റോറിയത്തിൻ്റെ അടുത്ത്. ശരി. ഒരു പൈപ്പേ ഉള്ളോ അതോ ഒരുപാട് പൈപ്പുകളുണ്ടോ? ഒരുപാട് പൈപ്പുകളുണ്ട്. എന്നിട്ട് കുട്ടികൾ തമ്മിൽ തിക്ക് തിരക്കൊക്കെ ഉണ്ടാവാറുണ്ടോ? ഇല്ല, വരിയായിട്ട് കൈ കഴുകി ചോറ് വാങ്ങാൻ പോകും. ഭക്ഷണത്തിന് മുമ്പ് കൈ കഴുകുമോ? കൈ കഴുകാറുണ്ട്. എന്നിട്ട് സോപ്പുണ്ടോ അവിടെ? സോപ്പുണ്ട്. നിങ്ങൾ തന്നെ ഉണ്ടാക്കുന്ന സോപ്പാണോ? നമ്മുടെ സ്കൂളിൽ ഉണ്ടാക്കുന്ന സോപ്പാണ് ഉപയോഗിക്കുന്നത്. എന്നിട്ട് ഭക്ഷണം കഴിച്ചിട്ട് ഈ പ്ലേറ്റൊക്കെ ആര് കഴുകി വെക്കും? പ്ലേറ്റ് നമ്മൾ കഴുകും. അത് എന്നിട്ട് കഞ്ഞിപ്പുരയുടെ അടുത്ത് ചൂടുവെള്ളം വെച്ചിട്ടുണ്ട്, അതിലിടും. അതിനുശേഷം കഞ്ഞിയമ്മ കഴുകി തരും. നിങ്ങളുടെ മറ്റൊരു ശക്തി മേഖല വിഭവ സമാഹരണം തന്നെയാണ്. അതൊരു ഭയങ്കര ശക്തി മേഖല തന്നെയാണ് അല്ലേ? തീർച്ചയായിട്ടും. നിങ്ങൾ ഒരുപാട് വിഭവം സർക്കാർ പദ്ധതികളിൽ നിന്നൊക്കെ സമാഹരിക്കുന്നുണ്ട്. എന്നെ പോലും അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട് സാർ. ഒരു 2000 സ്ക്വയർ ഫീറ്റ് നമ്മുടെ സ്കൂളിൻ്റെ ഫ്രണ്ട് ഭാഗം ഇന്റർലോക്ക് ചെയ്യണമെന്ന് നമ്മൾ PTA തീരുമാനിച്ചതായിരുന്നു. 85,000 രൂപയുടെ ചിലവ് വേണ്ടി വരുമെന്ന് നമുക്ക് മനസ്സിലായി. 2 ദിവസം കൊണ്ട് 46 രസീത് എഴുതിയപ്പോൾ നമുക്ക് പണം മതിയായി. അതായിരുന്നു സമൂഹത്തിന്റെ. ഇതൊക്കെ പഞ്ചായത്തിന്റെ പ്രോജക്റ്റിൽ പെടുത്തിയാണോ അതോ ഗവൺമെന്റ് നേരിട്ട്? രണ്ടും പറയുന്നുണ്ടല്ലോ നിങ്ങൾ. പ്രാദേശിക സർക്കാർ വഴി നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. 8 ലക്ഷവും 1 ലക്ഷവും കിട്ടി. പിന്നെ സർക്കാർ പദ്ധതികൾ വഴി എന്ന് പറയുന്നത് അത് ഏത് പദ്ധതിയാണ്? ബഹുമാനപ്പെട്ട MP യുടെ ഫണ്ടിൽ നിന്നാണ്. ആരുടെ? MP
MP-യുടെ ഫണ്ടിൽ നിന്നാണ്. അത് ശരി. MP ഫണ്ടിന് അത് ഫണ്ട് കിട്ടിയത് കൊണ്ട് എന്താ വാങ്ങിയത്? MP ഫണ്ട് ബിൽഡിംഗ് നിർമ്മിക്കുന്നതിനാണ്. നമുക്ക് സെമി പെർമനന്റ് ബിൽഡിംഗ് ഒരെണ്ണം. ശരി. ഇപ്പോൾ കമ്പ്യൂട്ടർ ആവശ്യത്തിനുണ്ടോ? 14 കമ്പ്യൂട്ടർ ഉണ്ട്. അവിടെ നിങ്ങൾക്ക് 431 കുട്ടികളുണ്ട്. അതിൽ ഭൂരിഭാഗവും UP ക്ലാസ്സിലാണ് അല്ലേ? അപ്പോൾ UP ക്ലാസ്സിൽ ഞാൻ ഇനി കുട്ടികളോട് ചോദിക്കട്ടെ, നിങ്ങൾക്ക് ഓരോരുത്തർക്കും കമ്പ്യൂട്ടറിൽ എത്ര സമയം കിട്ടും ഒരാഴ്ചയിൽ? സാർ എനിക്ക് പെയിന്റ് ചെയ്യാൻ അറിയാം. പെയിന്റ് ചെയ്യാൻ അറിയാം. ശ്രീധന്യ 7ാം ക്ലാസ്സിലല്ലേ? പിന്നെ പെയിന്റ് കഴിഞ്ഞ് പിന്നെ അതിനപ്പുറം എന്തുണ്ട്? നിങ്ങളുടെ പേരൊക്കെ എഴുതാൻ അറിയാം? ഇംഗ്ലീഷിലും മലയാളത്തിലും എഴുതാൻ അറിയാമോ? ഇംഗ്ലീഷിൽ മാത്രമാണോ? ഇംഗ്ലീഷിലാണ് എഴുതുന്നത്. ഇംഗ്ലീഷിൽ എഴുതാനാണ് ഇഷ്ടം. പിന്നെ വേറെ എന്തെങ്കിലും കമ്പ്യൂട്ടറിൽ കൂടെ ഇന്റർനെറ്റ് നോക്കാൻ അറിയാമോ? അറിയില്ല. ഇന്റർനെറ്റ് കണക്ഷൻ ഉണ്ടോ നിങ്ങളുടെ സ്കൂളിൽ? ഉണ്ട്. അറിയാമോ? ഏതെങ്കിലും കുട്ടികൾക്ക് അറിയാമോ ഇന്റർനെറ്റ് കമ്പ്യൂട്ടറിൽ കൂടെ നോക്കാൻ? കണക്ഷൻ കിട്ടിയിട്ടില്ല, അത് സാരമില്ല. പക്ഷെ നിങ്ങൾക്ക് കമ്പ്യൂട്ടറിൽ കൂടെ പാഠഭാഗങ്ങളൊക്കെ ടീച്ചേഴ്സ് കാണിച്ചു തരാറുണ്ടോ? ആണോ? എന്തൊക്കെയാണ് കാണിച്ചു തന്നിട്ടുള്ളത്? അഞ്ജന അല്ലേ? അഞ്ജന എന്തൊക്കെയാണ് പാഠമായിട്ട് ബന്ധപ്പെട്ടത് എന്താ കമ്പ്യൂട്ടറിൽ കണ്ടിട്ടുള്ളത്? പശ്ചിമഘട്ട മലനിരകളെ കുറിച്ച് പഠിക്കാനുണ്ടായിരുന്നു. അതിനെന്താ ഈ പശ്ചിമഘട്ടം എന്ന് പറയുന്നത്? നമ്മുടെ കിഴക്കല്ലേ അത്? പിന്നെ എന്താ അതിന് പശ്ചിമം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? പശ്ചിമം എന്ന് പറഞ്ഞാൽ വാക്കിനർത്ഥം എന്താ? പശ്ചിമം, പൂർവം, അങ്ങനെയൊക്കെ കേട്ടിട്ടില്ലേ? മോനറിയാമോ? പറയൂ. പശ്ചിമഘട്ട മലനിരകൾക്ക് പശ്ചിമഘട്ടം എന്ന് പേര് വരാൻ കാരണം നമ്മുടെ കേരളത്തിൽ നിന്ന് പശ്ചിമഘട്ടത്തെ നോക്കുകയാണെങ്കിൽ അത് വടക്ക് പടിഞ്ഞാറ് ഭാഗത്തായിട്ടാണ്. പശ്ചിമം എന്ന് പറഞ്ഞാൽ പടിഞ്ഞാറല്ലേ? കേരളത്തിൽ നോക്കുമ്പോൾ പശ്ചിമഘട്ടം എവിടെയാ? പടിഞ്ഞാറ് ഭാഗത്തായിട്ട് കാണാം. പടിഞ്ഞാറ് ഭാഗത്താണോ? സൂര്യൻ അസ്തമിക്കുന്ന ഭാഗത്താണോ പശ്ചിമഘട്ടം? നമുക്ക് പടിഞ്ഞാറ് വശത്തെ കടലല്ലേ? ആണോ? ശ്രീധന്യയുടെ അഭിപ്രായത്തിൽ എന്താ? സാർ കിഴക്കിന്റെ മറ്റൊരു അല്ല, പശ്ചിമം കിഴക്കിന്റെ മറ്റൊരു പേരാണോ പശ്ചിമം എന്ന്? ആണോ? അതൊന്ന് പോയിട്ടൊന്ന് നോക്കണം. അത് കമ്പ്യൂട്ടറിലല്ല, നമ്മുടെ പാഠപുസ്തകങ്ങളിലോ അധ്യാപകരോടൊക്കെ ചോദിച്ച് മനസ്സിലാക്കണം കേട്ടോ. പരിസ്ഥിതി പഠനത്തിന്റെ ഭാഗമായിട്ട് പുഴ സംരക്ഷിക്കുന്ന പ്രവർത്തനങ്ങളിൽ നിങ്ങൾ ഏർപ്പെട്ടു എന്ന് പറയുന്നുണ്ടല്ലോ, അതെങ്ങനെയായിരുന്നു എന്നൊന്ന് പറയാമോ? പുഴയെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് ഞങ്ങൾ പുഴ നദീതീരങ്ങളിൽ മുള നട്ടുപിടിപ്പിച്ചു. നിങ്ങളെ ക്ലാസ്സിലെ കുട്ടികളാണോ അതോ മുമ്പേ നട്ടുപിടിപ്പിച്ച മുളകളാണോ അവിടെ ഉള്ളത്? കഴിഞ്ഞ വർഷം നട്ടുപിടിപ്പിച്ച മുളകളാണ്. ജീവിതത്തിൻ്റെ ഏറ്റവും സാധാരണമായിട്ടുള്ള അല്ലെങ്കിൽ ദാരിദ്ര്യം നിറഞ്ഞു നിൽക്കുന്നു എന്നൊരു പക്ഷേ മറ്റുള്ളവർക്ക് തോന്നുന്ന, നിങ്ങളുടെ ഇവിടെ സ്കൂളിനെ കുറിച്ച് പറഞ്ഞപ്പോഴും ധാരാളം ഇല്ലായ്മകളും വല്ലായ്മകളും സാമ്പത്തിക ഞെരുക്കങ്ങളുമുള്ള പശ്ചാത്തലം എന്നെല്ലാം വിവരിച്ചു കേട്ടപ്പോൾ ഞാൻ ഇവരെ കുറിച്ചൊക്കെ ആലോചിക്കുകയായിരുന്നു. അത് ദാരിദ്ര്യമെന്ന് പറയുന്നത് ഒരിക്കലും ഒരു ഭൂഷണമല്ല, അലങ്കാരമല്ല എങ്കിലും അത് നമുക്ക് എല്ലാ കാര്യങ്ങളും, ജീവിതത്തിൻ്റെ സമഗ്രമായിട്ടുള്ള കാര്യങ്ങളും ചിന്തിക്കുവാൻ ഒരു ബുദ്ധിയുള്ള കുട്ടിക്ക് അവസരം നൽകും എന്നത് നമ്മുടെ ചരിത്രം തെളിയിക്കുകയാണ്. അതുകൊണ്ട് നിങ്ങൾക്കൊരിക്കലും വേണ്ടാത്ത ഒരു കാര്യമെന്ന് പറയുന്ന അധമ ബോധം എപ്പോഴെങ്കിലും നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ, നിങ്ങൾക്ക് സമ്പത്തില്ല അല്ലെങ്കിൽ ഒരുപാട് പ്രതാപമില്ല എന്ന് തോന്നുകയാണെങ്കിൽ അതാണ് ഏറ്റവും വലിയ പാപം. നിങ്ങളുടെ മനസ്സത് അർഹിക്കുന്നില്ല. കാരണം നിങ്ങളുടെ മനസ്സ് വളരെ ശക്തമാണ്, വളരെ നല്ല പ്രവർത്തനങ്ങളല്ലേ ചെയ്യുന്നത്. ഇനി ഗവൺമെന്റ് UP സ്കൂൾ അയലത്തിന്റെ ഗ്രേഡ്സ് അറിയാനുള്ള സമയമാണ്. ഗവൺമെന്റ് UP സ്കൂൾ അയലത്തിന് ജഡ്ജസ് നൽകിയിരിക്കുന്ന സ്കോർ 86.1 out of 100.